പ്രവാസ ലോകത്തെ ചരിത്ര പദ്ധതിയായി ജനം നെഞ്ചിലേറ്റിയതാണ് സൗദി KMCC നാഷണൽ കമ്മിറ്റിയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി. പതിനായിരങ്ങൾ വിശ്വാസമർപ്പിച്ച പരസ്പര സഹായ പദ്ധതിയാണ് സൗദി നാഷണൽ കമ്മിറ്റിയുടെ സുരക്ഷാ പദ്ധതി. ഇതിന്റെ അംഗത്വ ക്യാമ്പയിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട KMCC ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ സാഹിബ് നമ്മളോടൊപ്പം ഉണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ അംഗത്വ ക്യാമ്പയിനെ കുറിച്ച് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ വർഷത്തെ ക്യാമ്പയിനെ കുറിച്ചെല്ലാം. അസ്സലാമു അലൈക്കും. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി 2025 വർഷത്തിലേക്ക് ഈ പദ്ധതിയിൽ അംഗമാകാനുള്ള സമയപരിധി അവസാനിക്കാറായി. ബാക്കി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. നമുക്ക് ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അനേകായിരങ്ങൾക്ക് ഉപകാരം കിട്ടിയ, വലിയ ആശ്വാസം കിട്ടിയ, ഒട്ടനവധി അനാഥകൾക്കും വിധവകൾക്കും ഉപകാരപ്രദമായി ആശ്വാസം ലഭിച്ച പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി. ഇതിൽ അംഗങ്ങളായി ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. പലരും കടക്കണിയിലും അതുപോലെ തന്നെ ലോൺ ബാങ്ക് ജപ്തിയിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ മരണപ്പെട്ട് കഴിയുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ പല ആളുകളോടും കൈനീട്ടി പിരിവെടുത്തിട്ടായിരുന്നു അവരെ ഒറ്റപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചിരുന്നത്. നമുക്കറിയാം, പറക്കാൻ പറ്റാത്ത പിഞ്ചു മക്കളുണ്ടാവും, എത്തിമക്കളായിരിക്കും, വിവാഹപ്രായമെത്തിയ മക്കളുണ്ടാവും, വിധവയായ ഭാര്യ ഉണ്ടാവും. ഇവരുടെയൊക്കെ വീടും പറമ്പും ഒരു പക്ഷേ ജപ്തി ഭീഷണിയിലായിരിക്കും, കടക്കണിയിലായിരിക്കും. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടിട്ട് ഒരാൾ മരണപ്പെടുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ ആളുകൾ സഹായം അഭ്യർത്ഥിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നാടൊട്ടാകെ പിരിച്ച് ആ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ്റെ പേര് പറഞ്ഞ് ആളുകളുടെ കൈത് കിട്ടി അയാളുടെ കുടുംബത്തിനും അയാളുടെ വിധവയായ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ സമൂഹത്തിൽ മുഴുവൻ ചർച്ച ചെയ്ത് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലായിരുന്നു മുൻകാലങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. അത് ഇന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു മാറ്റം വരണം. നമ്മളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നാളെ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ കൈനീട്ടി അയാളെക്കുറിച്ചും അയാളുടെ കുടുംബത്തിനെക്കുറിച്ചും അയാളുടെ കുടുംബത്തിൻ്റെ പരാതികളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് പ്രയാസപ്പെടുത്തരുത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയത്. ഇങ്ങനൊരു പദ്ധതി തുടങ്ങുമ്പോൾ ഇതിൽ ഏകദേശം 600ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ 600ഓളം ആളുകൾ മരണപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, തുടർച്ചയായി ഈ പദ്ധതിയിൽ അംഗമാകുമ്പോൾ ആ പദ്ധതിയിൽ 12 വർഷം പിന്നീട് ഈ പദ്ധതിയിൽ അംഗമായ ആരെങ്കിലും മരണപ്പെട്ടാൽ 12 ലക്ഷം രൂപയാണ് കിട്ടുക. 12 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് ഒരു അനാഥയായ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര സംഗതിയല്ല, വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വിവാഹപ്രായമെത്തിയ കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പലരുടെയും മുമ്പിൽ കൈ നീട്ടുമ്പോൾ അത് വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. ഒരു വാപ്പ പ്രവാസിയായ സമയത്ത് നല്ല സന്തോഷമായി ജീവിച്ച കുടുംബമായിരിക്കും. ഈ സന്തോഷമായി ജീവിച്ച കുടുംബത്തിന് മരിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് വാപ്പ ഒരുപാട് കടബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് ജപ്തിയിലായിട്ടുണ്ട്. അപ്പോഴാണ് ഈ വിധവയായ ഭാര്യ മക്കളും മേലോട്ട് നോക്കി കരയുന്നത്. അപ്പോൾ ഇങ്ങനെ 12 ലക്ഷം രൂപ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം നഷ്ടപ്പെട്ട ആളുകൾക്ക് 10 ലക്ഷം രൂപ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനമാണ്. ആ കുടുംബത്തിന് ആശ്വാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഏറ്റവും വലിയൊരു ആശ്വാസം കിട്ടുകയാണ് അവർക്ക്, വല്ലാത്തൊരു ആശ്വാസം. അവർ പാതിരാത്രിയിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് 2 കൈയും മേലോട്ട് ഉയർത്തി പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ ഒരു പടച്ചുറപ്പ് പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ സംതൃപ്തിയാണ്, ആ ഒരു അല്ലാഹുവിൻ്റെ പ്രീതിയാണ് ഇതിൽ അംഗമാകുന്ന ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ഇത് സംഭാവന, ഇത് സഹായിച്ച് ഇതിൽ പങ്കാളികളായി ഇത് മുന്നോട്ട് പോകുമ്പോൾ
ഇത്തരത്തിലുള്ള ആളുകളെ, നിർധരരായിട്ടുള്ള ആളുകളെ, വിധവയാകളായിട്ടുള്ള ആളുകളെ, എത്തിമക്കളായിട്ടുള്ള ആളുകളൊക്കെ പ്രാർത്ഥനയും അവരുടെ മനം നിറയുന്ന ഈ സന്തോഷവുമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം എന്നാണ്. ഇപ്പം ഒരുപാട് പേർക്ക് ഈ ചികിത്സാ സഹായങ്ങളൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സുരക്ഷാ പദ്ധതിയിലൂടെ. ആർക്കൊക്കെയാണ് ഇതിന് നിങ്ങൾ എന്നെ സെലക്ട് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതും അവരെ ഏതൊക്കെ രോഗം ബാധിച്ചവർക്കും ഏതൊക്കെ ചികിത്സയിലായുള്ള ആളുകൾക്കുമാണ് ഈ ഒരു പദ്ധതിയുടെ അംഗത്വം ലഭിക്കുക? നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ 12 വർഷം പിന്നിട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 12 വർഷം ഈ പദ്ധതി പിന്നിടുമ്പോൾ 75,000 ആളുകൾ ഈ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം വരെ ആണ്. ഈ വർഷം ഒരു പക്ഷേ 1,00,000 വരെ ആളുകൾ ഇതിൽ പങ്കെടുത്തേക്കാം, പങ്കാളികളായേക്കാം. ഇങ്ങനെ വരുമ്പോൾ മരിച്ച ആളുകൾക്കുള്ള സഹായം നമ്മൾ നേരത്തെ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ആളുകൾ നമുക്കറിയാം, നമ്മൾ പലരും പല രോഗങ്ങളാലും പ്രയാസപ്പെടുന്ന ആളുകളാണ്. തുടർച്ചയായി ഈ പദ്ധതിയിൽ അംഗമാണെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ അംഗമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ അസുഖത്തിൻ്റെ കാഠിന്യമനുസരിച്ച്, അവരുടെ ചികിത്സയുടെ സാമ്പത്തിക ബാധ്യത അനുസരിച്ച് ഈ പദ്ധതിയിൽ തുടർച്ചയായി ചേർന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആനുകൂല്യത്തിൻ്റെ തോത് വർദ്ധിക്കും. 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നമ്മളെന്താവും രോഗത്തിൻ്റെ കാഠിന്യവും പ്രാധാന്യവും അതിൻ്റെ ചെലവൊക്കെ അനുസരിച്ച് ഈ പദ്ധതിയിൽ തുടർച്ചയായി ചേർന്ന ആളുകളാണെങ്കിൽ ചികിത്സാ സഹായങ്ങളിൽ നമ്മൾ അനുവദിക്കും. അതിൽ ഇപ്പോൾ അടുത്ത വർഷം നമ്മൾ തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ട്. 3 വർഷം തുടർച്ചയായി പദ്ധതിയിൽ അംഗമായ ആളായിരുന്നെങ്കിൽ, ഇപ്പോഴും ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ സാധാരണ കാണുന്ന സാധാരണ അസുഖങ്ങൾ, പനി, തലവേദന, അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾക്ക് അല്ലാത്ത പ്രധാനമായ അപകടങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ, മറ്റു ഒട്ടനവധി അസുഖങ്ങൾ നമ്മൾക്ക് ഇന്ന് പ്രവാസികൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ തീർച്ചയായും ഈ പദ്ധതിയിൽ ചേർന്ന ആളാണെങ്കിൽ നമ്മൾ സഹായങ്ങൾ നൽകും. ഏറ്റവും ചുരുങ്ങിയ 3 വർഷമെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാകാന്നുള്ള. പിന്നെ പെട്ടെന്നുള്ള അപകടങ്ങൾ, അതായത് അപകടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിക്കോട്ടെ, സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ പിന്നെ മറ്റേ ക്യാൻസർ, കിഡ്നി ഫെയിൽ പോലത്തെ അസുഖങ്ങളൊക്കെ വന്നാൽ ഇനിയിപ്പോൾ 2 വർഷത്തിൽ ആണെങ്കിലും ചികിത്സാ സഹായങ്ങൾ നൽകും. അപകടത്തിൽപ്പെട്ട് അയാൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വരിക, അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ 1-ാം വർഷക്കാരനാണെങ്കിലും നമ്മൾ സഹായങ്ങൾ ഒക്കെ നൽകും. ഒക്കെ പക്ഷേ അതിൻ്റെ സഹായം ഒരു 1-ാം വർഷക്കാരൻ 2-ാം വർഷക്കാരനാകുമ്പോൾ അതിന് ചികിത്സക്ക് അനുവദിക്കുന്ന സംഖ്യക്ക് അതിൻ്റെ പിന്നെ പ്രയാസങ്ങളുണ്ട്. ചെറിയ സംഖ്യ നമുക്ക് അനുവദിക്കാൻ പറ്റും. പക്ഷേ 5 വർഷത്തിൽ കൂടുതലും അതുപോലെ തന്നെ തുടർച്ചയായി 10 വർഷം 12 വർഷമൊക്കെ ഈ പദ്ധതിയിൽ അംഗമായ ആളാണെങ്കിൽ നമ്മൾ രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ചൊക്കെ 10,000 മുതൽ 1,00,000 രൂപ വരെ നമുക്ക് ചികിത്സാ സഹായം നൽകും. ഇത് നമ്മൾ വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ ഈ രോഗ ചികിത്സക്ക് പിന്നെ ആവശ്യപ്പെടുന്ന ആളുടെ പിന്നെ ഡീറ്റെയിലുകൾ ആവശ്യപ്പെടും. ആ രേഖകൾ ആവശ്യപ്പെട്ടത് ഹാജരായി കഴിഞ്ഞാൽ, ജനൂനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ യഥാർത്ഥ അവകാശിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും അറിയാതെ നമ്മുടെ KMCC കേരള ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വളരെ സുതാര്യമായി ഈ അവകാശിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ കൊടുക്കുക. അത് പരസ്യമായി പബ്ലിസിറ്റി നടത്തിയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രദർശിപ്പിച്ചൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യണം, സഹായം നൽകുന്നത്. വളരെ കൃത്യമായിട്ട്, വളരെ സുതാര്യമായിട്ട്, വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, പിന്നെ വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ മലയാളം ഭാഷ സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്കാണ് ഈ അംഗത്വം. അതുപോലെ തന്നെ മലയാളം ഭാഷ സംസാരിക്കുന്ന കൂർഗില്, അതുപോലെ തന്നെ നീലഗിരി, അങ്ങനെ ഒരുപാട് മംഗലാപുരം ഭാഗത്തുള്ള ആളുകൾ, അതുപോലെ തന്നെ മാഹിയില്, ഇവിടെയൊക്കെ ഒരുപാട് മലയാളികളും മലയാളം സംസാരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നു. അവർക്കൊക്കെ ഈ ആനുകൂല്യം ലഭ്യമാണോ? എങ്ങനെയാണ്? അതാ 14 ജില്ലകളെ മാത്രം ഉൾക്കൊള്ളിച്ച് ഉള്ള ഒരു പദ്ധതിയാണോ ഇത്? നമ്മുടെ ഈ പദ്ധതി KMCC കേരള ട്രസ്റ്റ്
KMCC കേരള ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റ് രജിസ്ട്രേഷൻ നടത്തി വ്യവസ്ഥാപിതമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടത്തുന്നത്. നമ്മളിപ്പോൾ ട്രസ്റ്റിൻ്റെ രേഖ അനുസരിച്ച് കേരളത്തിൽ അഡ്രസ്സുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ ചേരാനുള്ള അനുമതി നൽകുന്നുള്ളൂ. കേരളത്തിന് പുറത്ത് അഡ്രസ്സുള്ള ആളുകൾക്ക് ഇതിൽ ചേരാൻ ഇപ്പോൾ അനുമതി നൽകുന്നില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അനുവദിക്കുക. ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കൂടിയിരുന്ന് നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആലോചിക്കാവുന്നു. ഒരുപാട് ആവശ്യങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് പലരും. അത് എത്രത്തോളം ചെയ്യാമെന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും തടസ്സങ്ങളും സാഹചര്യങ്ങളൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ അത് അനുവദിക്കാത്തത്. ഇതിലിപ്പോൾ കേരളത്തിലെ 14 ജില്ലയിൽപ്പെട്ട കേരളത്തിൽ അഡ്രസ്സുള്ള കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിൽ പങ്കാളികളാണ്. മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പരസ്യമായി അവഹേളിക്കുകയും നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുകയോ ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഈ പദ്ധതിയിൽ ഒട്ടനവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ആണല്ലോ. ഇപ്പോൾ ഈ വർഷം 1,00,000 ആളുകളെയാണ് നമ്മൾ ഇതിൽ ചേർന്നതായി പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം ഇതിൽ ആളുകൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വർഷം ഇവിടെ ജോലി ചെയ്ത് പ്രവാസ ലോകത്തോട് ഇവിടെ പറഞ്ഞ് നാട്ടിലേക്ക് എക്സിറ്റ് അടിച്ച് പോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ പദ്ധതി അനുകൂലമാകുന്നത്? അതായത് നമ്മുടെ ഈ പദ്ധതിയിൽ ഒരു എക്സ് പ്രവാസി എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ എക്സ് പ്രവാസി ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ തുടർച്ചയായി ഈ പദ്ധതിയിൽ ഇവിടെ അംഗമായി ഒരാൾ ഒരു പക്ഷേ ജോലി സംബന്ധമായ കാര്യത്തിൽ എക്സിറ്റിൽ പോയേക്കാം. അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ഒക്കെ എന്താവും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകാം. പ്രവാസിയായിരിക്കെ ഇവിടെ തുടർച്ചയായി ഈ പദ്ധതിയിൽ 3 വർഷം അയാൾ അംഗമായിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ചെന്നാൽ ഈ പദ്ധതിയിൽ ചേരാം. പക്ഷെ നാട്ടിൽ ചെന്ന് 3 വർഷം തികയുന്നതിന് മുമ്പ് ഈ പദ്ധതിയിൽ ചേർന്നിരിക്കണം. നാട്ടിലെ പ്രവാസം അവസാനിച്ച് കുറേ വർഷങ്ങളായി ഇപ്പം ഈ പദ്ധതിയിൽ ചേരാ എന്ന് ഉദ്ദേശിച്ചാൽ നടക്കില്ല. എക്സിറ്റിൽ പോയി പരമാവധി 3 വർഷത്തിനുള്ളിൽ ഈ പദ്ധതിയിൽ ചേർന്നിരുന്ന ആളുകൾക്കാണ് ഈ എക്സ് പ്രവാസി ഓപ്ഷനിലൂടെ ചേരാൻ പറ്റും. അത് നമ്മൾ 2,250 രൂപ അടച്ചിട്ടാണ് എക്സ് പ്രവാസി ചെയ്യേണ്ടത്. പ്രവാസ ലോകത്തിലെ ആളുകളാണെങ്കിൽ നമ്മൾ 100 രൂപയിൽ തുല്യമായ ഇന്ത്യൻ രൂപ അടിച്ചിട്ടാണ് ഇതിൽ ചേരേണ്ടത്. അവർക്കും ഈ ചികിത്സാ സഹായങ്ങളും മരണാനന്തര ആനുകൂല്യങ്ങളൊക്കെ എക്സ് പ്രവാസിയാണെങ്കിലും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എക്സ് പ്രവാസി ആകുമ്പോൾ പിന്നെ എക്സ് പ്രവാസികൾക്ക് നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ് ഈ പദ്ധതിയിൽ അംഗങ്ങളായ ആളുകൾക്ക് പെൻഷൻ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു. അദിയത്ത് റഹ്മ എന്നതിൻ്റെ പേര്. പെൻഷൻ പദ്ധതിയല്ല, ശരി, അദിയത്ത് റഹ്മ. നമ്മൾ സഹായം നൽകാന്നുള്ള അദിയത്ത് റഹ്മ പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അത് തുടർച്ചയായി 6 വർഷം ഈ പദ്ധതിയിൽ അംഗമാണെങ്കിൽ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഈ പദ്ധതിയുടെ അനുകൂലത്തിൽ നമ്മൾ മാസം 2,000 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് അദിയത്ത് റഹ്മ പദ്ധതിയിൽ വെച്ച് അതിൻ്റെ സഹായം നൽകുന്നുണ്ട്. അതും അവരെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഓപ്ഷൻ വെച്ചാൽ 2014 നമ്മൾ ഈ പദ്ധതി തുടങ്ങി. 2014 15 അംഗമായ ആളാണെങ്കിൽ അവർക്ക് എന്തുണ്ട് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് ഫസ്റ്റ്ലി തുടക്കക്കാരി എന്ന നിലക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ KMCCയുടെ കീഴിലൊരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ KMCC എന്ന ഈ മഹത്തായ പ്രസ്ഥാനം 4.5 പതിറ്റാണ്ട് ഏകദേശം പ്രവാസ ലോകത്ത് അതിന് പരിചയമുണ്ട്. ഈ KMCCക്ക് പാരമ്പര്യമുണ്ട്. അതിനെ സഹായിച്ച അന്നത്തെ കാലത്ത് ഈ പ്രവാസ ലോകത്ത് ഈ പ്രസ്ഥാനം ഇത്ര മാത്രം സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഇതിനെ വളർത്തിയ ആളുകളുണ്ടാവും. അവരൊക്കെ അന്നത്തെ കാലത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ വർഷം മുതൽ അടുത്ത വർഷം മുതൽ 1,000 രൂപ പെൻഷൻ പദ്ധതി. അന്ന് പഴയ കാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഇന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അർഹതപ്പെട്ടവരാണെങ്കിൽ അന്നത്തെ കാലത്തെ അവർ പ്രവർത്തിച്ചിരുന്ന മേഖലയിലെ സെൻട്രൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകിയാൽ അവർക്ക് 1,000 രൂപ പെൻഷൻ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അങ്ങനെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഈ പദ്ധതിയിൽ ഇങ്ങനെ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തുടക്കത്തിൽ മരണപ്പെട്ട ആളുകൾ 5 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് പിന്നീട് 6 ലക്ഷമാക്കി, 8 ലക്ഷമാക്കി, 10 ലക്ഷമാക്കി, 12 ലക്ഷമാക്കി. അങ്ങനെ ഈ പദ്ധതി ഓരോ വർഷം പിന്നിടുമ്പോഴും അതിൻ്റെ ആനുകൂല്യങ്ങളും സഹായങ്ങളൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവാസ ലോകത്തും ഇന്ന് പ്രവാസം അവസാനിപ്പിച്ച ആളുകൾക്കും ഇന്ന് നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഇങ്ങനത്തെ പദ്ധതികളുണ്ട്. ഇതിലൊക്കെ ഏറ്റവും വിശ്വസനീയവും ശ്രദ്ധേയവും അഭിമാനകരവുമായ പ്രവർത്തനം നടത്തുന്ന ഒരു പദ്ധതിയാണ് സൗദി KMCC നേരിട്ട് നടത്തുന്ന ഈ സുരക്ഷാ പദ്ധതി. അത് അൽഹംദുലില്ലാഹ് വൻ വിജയമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണ്. പ്രവാസികളായിട്ട് ഇപ്പോൾ പ്രവാസം അവസാനിപ്പിച്ച ആളുകൾക്ക് ഈ പദ്ധതി ഒക്കെ ഭാവിയിൽ ഒരു പക്ഷേ ഇന്ന് നമുക്കതിൻ്റെ ഗുണം മനസ്സിലാവും. നാളെ നമ്മൾ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് ഒരു മൂലയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രവാസത്തിൽ ജീവിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അത്യാഹിതം വരുമ്പോൾ ഒക്കെ ആണ് നമുക്കതിൻ്റെ ഗുണം മനസ്സിലാക്കുക. ഇതിന് ആനുകൂല്യം ലഭിച്ച ആളുകളാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. അവർ പറയുമ്പോൾ അവർക്ക് 1000 നാവാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അവർക്കൊരു സഹായം നൽകി എന്നൊക്കെ പറയുമ്പോൾ വലിയ ആശ്വാസം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പദ്ധതിയിൽ എല്ലാവരും പദ്ധതിയിൽ ചേരണം. അത് നമുക്ക് അതിൻ്റെ ഗുണം ലഭിച്ചില്ലെങ്കിലും നാളെ നമ്മുടെ സഹപ്രവർത്തകന് അതിൻ്റെ ഒരു ഗുണം ലഭിക്കാൻ, അതൊരു പ്രയാസപ്പെടുന്നവന് ഒരു ആശ്വാസമാകാൻ, ഒരു കൈത്താങ്ങാനൊക്കെ ഈ പദ്ധതി വലിയ ഉപകാരമുള്ള പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെറിയ പൈസകൾ വാങ്ങും, ഒരു വർഷത്തെ ചെറിയ പൈസയാണ്, പക്ഷെ അത് വലിയൊരു ആശ്വാസമായി മാറും. ചെറിയ പൈസ വലിയ ആശ്വാസമായി മാറും. അപ്പോൾ അതിന് ഈ പദ്ധതിയിൽ എല്ലാവരും അംഗമാകേണ്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. എന്താ പറയുക, എക്സ് പ്രവാസികൾക്കുള്ള ആളുകൾക്ക് ഈ പദ്ധതി ഡിസംബർ 15 കൂടി നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഡിസംബർ 15 കഴിഞ്ഞാൽ ഈ എക്സ് പ്രവാസി പദ്ധതി ഇതിലേക്ക് ചേരാനുള്ള അവസരം ഇതിലില്ല. പിന്നെ അടുത്ത വർഷം വരെ അവർ എന്ത് ചെയ്യണം, കാത്തുക. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും പൈസ അടച്ച് ഇതിൽ എൻട്രി ചെയ്ത് ഫുൾ ക്ലിയർ ആവണം. നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഡിസംബർ 15 വരെ പുതിയ ആളുകൾ ചേർക്കാനുള്ള ഒരു സമയവും 15 തീയതി മുതൽ 31 തീയതി വരെ ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി, എൻട്രി നടപടികളൊക്കെ പൂർത്തിയാക്കി, അഡ്രസ്സിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെന്ന് ക്ലിയർ ആക്കിയത് പിന്നെ ഇതിൽ അംഗമായ ആളുകൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 സമയം കൊടുക്കുന്നത്. ഡിസംബർ 15 മുതൽ 31 വരെ ഈ എല്ലാ കാര്യങ്ങളും അയാളുടെ എല്ലാ ഡാറ്റകളും ക്ലിയർ ചെയ്യാനും, ഒക്കെ ചെയ്ത ഡാറ്റകളൊക്കെ ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്താനും, അയാൾ അടിച്ച പൈസ ഒക്കെ അവിടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോയെന്നും സിസ്റ്റത്തിൽ എൻട്രി ആയിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താനൊക്കെ ഉള്ള എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സമയമാണ് ഈ 15 ദിവസം. അപ്പോൾ എല്ലാവരും കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇതിൽ ചേരുക. ഇതിൽ ഈ പദ്ധതി വിജയിപ്പിക്കാനും, ഇത് വലിയ ആശ്വാസമുള്ള പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട്, ഇത് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാനും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.